Good morning. Good morning, ma'am. ഗുഡ് മോർണിംഗ്. Good morning, ma'am. എങ്ങനെയുണ്ടാ ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെ ഉറക്കമൊക്കെ? നല്ല ഉറക്കമൊക്കെ കിട്ടിയോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഓഡിബിൾ ആണോ? Yes, ma'am. Yes, കേൾക്കുന്നു. ഓക്കെ. നന്നായിട്ട് ഉറങ്ങി നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നവരേക്കൊന്ന് യെസ് പറയാവോ ചാറ്റ് ബോക്സിൽ? ഹലോ. ഇന്ന് ആദ്യമായിട്ട് ഇതിൽ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഈ മോർണിംഗ് സെഷനിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത്? സജ്ന. ഓക്കെ. സജ്ന ഉറങ്ങിയെന്നാണ് പറഞ്ഞ, ആദ്യമായിട്ട് ജോയിൻ ചെയ്തു എന്നാണ് പറഞ്ഞത്? മഞ്ജു ആദ്യമായിട്ടാ അല്ലേ? ഓക്കെ. എല്ലാവരും നന്നായിട്ട് ഉറങ്ങി നല്ല ഹാപ്പി ആയിട്ട്. അപ്പൊ നമുക്ക് ഇന്നൊരു പുതിയൊരു ദിവസം കൂടെ നമുക്ക് കിട്ടിയിരിക്കുക അല്ലേ? അപ്പൊ അതിന് നമ്മൾ താങ്ക് യു പറയാം. ആദ്യം ദൈവത്തോട് താങ്ക് യു പറയാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ടോപ്പിക്ക് പറയാവോ? അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? Your own hero. എന്താ അതുകൊണ്ട് ആ ഒരു ഐഡിയ എന്തെങ്കിലും ഒന്ന് കിട്ടിയായിരുന്നോ? നമ്മളുടെ ലൈഫിൽ നമ്മൾ തന്നെയാണ് ഹീറോ. ഇതാണ് ആ മാം. നമ്മൾ തന്നെയാണ് ഹീറോ അല്ലേ? ആ ഒരു ഇത് മെസ്സേജ് കിട്ടിയല്ലോ അല്ലേ? അപ്പൊ നമ്മളുടെ ലൈഫിൽ നമ്മൾ തന്നെയാണ് ഹീറോ എന്നുള്ള ആ ഒരു അതൊരു ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു മെസ്സേജ് അല്ലേ അല്ലേ? നമ്മൾ പലപ്പോഴും മറ്റ് പുറത്തെ ഇടങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിൽ ഒക്കെ ഇപ്പം ഈ സമൂഹത്തിലെ വലിയ വലിയ ആൾക്കാരിലൊക്കെ നമ്മുടെ ഒരു ഹീറോയെ കണ്ടെത്തുന്ന ഒരു കാലഘട്ടം പണ്ട് മുതലേ അങ്ങനെയാണ്. ഇപ്പൊ സിനിമ അങ്ങനത്തെ ഒക്കെ വന്നേ പിന്നെ നമ്മൾ ഹീറോ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും എന്താ പറയാ എന്തായിരിക്കും പറയാ? നോർമലി ഒരാളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ സാധാരണ എന്തായിരിക്കും പറയാ? സെലിബ്രിറ്റീസിന്റെ നെയിം പറയും. എന്തോ? സെലിബ്രിറ്റീസിന്റെ നെയിമാണ് ഒട്ടുമിക്ക അതെ ആളുകളും അതെ പറയും. അത് തന്നെ, സെലിബ്രിറ്റീസിന്റെ നെയിമാണ് ഒട്ടുമിക്ക ആളുകളും. പക്ഷെ നമ്മൾക്ക് ഒരു ബോധ്യം ഉണ്ടല്ലേ, ഇപ്പൊ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. എന്താണ്? നമ്മളാണ് നമ്മളുടെ ഹീറോ എന്ന്. നിങ്ങൾക്ക് ഒന്ന് എല്ലാരും ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് കണ്ണൊക്കെ ഒന്ന് അടച്ചിട്ട്, ആരും ഉറങ്ങുന്നവരാരും ഇല്ലല്ലോ അല്ലെ? ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഉറങ്ങിപ്പോയവരാരും ഇല്ലല്ലോ അല്ലെ? അപ്പൊ ഒന്ന് കണ്ണൊക്കെ അടച്ചിട്ട് ഒന്ന് ചിന്തിക്കാവോ? നമ്മളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ഗിഫ്റ്റ് കിട്ടിയ ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ച്. ഒരു പക്ഷേ ഏതെങ്കിലും വ്യക്തികളാകാം, ഇല്ല എന്തെങ്കിലും നമുക്ക് വിലപ്പെട്ട വസ്തുക്കളാകാം. അങ്ങനെ ഒരു ഏറ്റവും വലിയൊരു സമ്മാനം നമ്മുടെ ജീവിതത്തിൽ എന്താണ് കിട്ടിയെന്ന് ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുകയോ ചെയ്യാവോ? മനസ്സിലേക്ക് കിട്ടിയവര് പറയാവോ? പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഗിഫ്റ്റ് ആർക്കെങ്കിലും പറയാവോ? ഒന്നുമില്ല? കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കാവോ? ഹലോ. ഒന്നുകൂടി പറയൂ മാം. എന്തോ കേൾക്കുന്നില്ല? നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന്. ഇപ്പം ഏതെങ്കിലും ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സാധനം ആയിക്കൊള്ളുന്നില്ല. എന്തെങ്കിലും വ്യക്തികളോ അല്ലെ ബന്ധങ്ങളോ എന്ത് വേണേലാവും. അങ്ങനെ നമുക്ക് മഞ്ജു എന്താ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അത് മറക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു. അതുപോലെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? യെസ് മാം. എനിക്ക് ബ്രദർ 2 വീലർ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്തെന്ന്? 2 വീലർ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അത് ലൈഫിൽ വലിയൊരു ബ്രദറിന്റെ ആഗ്രഹമായി. ബ്രദർ വാങ്ങിച്ചു തന്നപ്പം ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. സന്തോഷം അല്ലേ? ഓക്കെ. അപ്പം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതൊന്നും ശരിക്കും മറക്കാൻ പറ്റില്ല അല്ലെ? എന്ന് പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് തന്നെയാണ് കേട്ടോ.
ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിതം നമ്മൾ തന്നെ ഇപ്പൊ നമുക്കൊരു തിരിച്ചറിവ് കിട്ടിയെങ്കിലും പലപ്പോഴും നമ്മൾ ഈ ജീവിതം വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ തിരിച്ചറിയണം, നമ്മളുടെ ലൈഫാണ്, നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയൊരു സമ്മാനം. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഉം, നമുക്ക് നമ്മളെ തന്നെ ഒരു സ്വയം ഒരു സ്നേഹവും മതിപ്പും വിലയും ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ നമ്മളിപ്പോ രാവിലെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? ആണോ? അതെ, നമ്മള് അതെ അതെ രാവിലെ, തീർച്ചയായിട്ടും. അതെ, നമുക്ക് ആ ഒരു തിരിച്ചറിവ് കിട്ടിയത് കൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, ഇങ്ങനെ രാവിലെ ഒരു മോർണിംഗ് സെഷൻ ഒക്കെ ഉണ്ട് കേട്ടോ, ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് വളരെ നമുക്ക് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പറഞ്ഞു, പിന്നെ അങ്ങനെ ഒരുപാട് സെഷൻസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ അത്രയ്ക്കങ്ങ് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറയുമ്പോൾ അത്രയ്ക്ക് സെൽഫ് ലവ് ആണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ഇപ്പൊ നമ്മളെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിപ്പിച്ച് ഈ മഴയത്ത് നമുക്ക് കിടന്നുറങ്ങാനൊക്കെ ഒരു സുഖം, പക്ഷെ ബുദ്ധിമുട്ടിപ്പിച്ച് നമ്മളിവിടെ ഇരിക്കുന്നത് നമ്മളോടുള്ള ശരിക്കുള്ള സ്നേഹം കൊണ്ടാ, അല്ലേ? കാരണം നമ്മൾ ഏറ്റവും നന്നാവണം, നമ്മൾ ഇത്രയും നാൾ ഉണ്ടായിരുന്ന പോലെ അല്ല എന്നുള്ള ആ അതിലും ഏറ്റവും നന്നായിട്ട് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്ത, അതുകൊണ്ട് മാത്രമാണല്ലേ നമ്മൾ ഈ ഒരു ഇതിലോട്ട് വന്നത്. നമുക്ക് ഈ അവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ വിമ്പിൾ അക്കാദമിക്ക് ആദ്യമേ നമുക്കൊരു മനസ്സിലൊരു നന്ദി പറയാം. നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തില് ഒരുപാട് പേര് എന്താണ് വളരെ ഈ പെയ്ഡ് ആയിട്ട് ക്ലാസ്സുകൾ രാവിലെ 5 മണിക്ക് തൊട്ട് തുടങ്ങുന്ന ഒരുപാട് ക്ലാസ്സുകളുണ്ട്. പക്ഷെ നമുക്ക് യാതൊരു ചെലവില്ലാതെ കുറച്ചൊരു സമയവും മനസ്സും മാത്രം ചെലവാക്കിയാൽ നമുക്കിവിടെ നന്നായിട്ട് ഇരിക്കാൻ പറ്റും, അല്ലേ? അപ്പം നമ്മുടെ സെൽഫ് ലവിനോടൊപ്പം അവരോടുള്ള നമ്മുടെ നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഈ സമയത്ത് കൊടുക്കാം. അതുപോലെ നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ളവരുടെ മനോനിലകൾക്ക് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങൾക്ക് അനുസരിച്ച് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ടൊന്ന് പറയുന്ന പോയിന്റ്. കാരണം നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ആക്ഷൻ അനുസരിച്ച് റിയാക്ട് ചെയ്യുന്നവരാ, അല്ലെ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ അല്ലാതെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒന്ന് പറയാവോ? നമ്മളുടെ മനസ്സിലായല്ലോ അല്ലെ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? ആ പോയിന്റ് മനസ്സിലായോ? ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? മനസ്സിലായോ ഞാനിപ്പോ പറഞ്ഞ പോയിന്റ്? മറ്റുള്ളവരുടെ ആക്ഷൻ അനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നവരാവരുത്. അതെ, മിനി പറയുന്നു, മനസ്സിലായി. പറഞ്ഞ എപ്പോഴും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ ചെയ്യാം, മറ്റുള്ളവരുടെ ആക്ഷന് അനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന വെറും ഒരു കളിപ്പാവകൾ എന്ന് വേണേൽ പറയാം. ശരിക്കും നമ്മളുടെ സ്വഭാവം എന്ന് പറയുന്നത് വേറെ ആയിരിക്കാം, പക്ഷെ മറ്റുള്ളവരെന്താണോ പറയുന്നത് ചെയ്യുന്നത് അതിനനുസരിച്ച് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് മിക്കവാറും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്, അല്ലേ? അപ്പൊ അത് മാറ്റിയിട്ട് നമ്മളെപ്പോഴും നമ്മുടെ ഒരു സ്റ്റാൻഡ് വേണം. അപ്പൊ ആർക്കും ഏത് രീതിയിലും നമ്മളെ നയിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവം മാറ്റി എടുക്കാം എന്നുള്ള ആ ഒരു രീതി മാറ്റിയിട്ട് നമുക്ക് നമ്മുടേതായ ഒരു നിലപാട് അത് വളർത്തിക്കൊണ്ട് വരേണ്ടത് തന്നെ അത്യാവശ്യമാണ്, അല്ലെ? അതിന് നമ്മൾ എപ്പോഴും ഭയങ്കര, ചിലർ പറയും പ്രതികരണ ശേഷി ഇല്ലാത്തവരെന്നൊക്കെ. പക്ഷെ ആരെന്ത് പറഞ്ഞാലും അതിന് എതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മളോട് സ്നേഹമുള്ളവർ അങ്ങനെ ചെയ്യും. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എപ്പോഴും ഇങ്ങനെ ഭയങ്കര ശാന്തതയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാ ഇത് നേടിയെടുത്തത്? ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും അവർക്കൊരു നിലപാടുണ്ട്, ആ നിലപാടിനനുസരിച്ച് മാത്രമേ പ്രതികരിക്കുള്ളൂ. അപ്പൊ അത് അവരുടെ ഒരു സ്വഭാവമായി തീർന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, പണ്ട് മുതലേ എങ്ങനെയാണോ? പിന്നെ എന്ത് പറഞ്ഞാലും ദേഷ്യം വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, കുഞ്ഞിലെയൊക്കെ അങ്ങനെ ദേഷ്യം വരുമായിരുന്നു, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തെറിയാനൊക്കെ തോന്നുമായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കും, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് എന്താ ഗുണമുള്ളത്? ഞാൻ അത് എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് ക്ലീൻ ചെയ്യണം, പിന്നെ അതിന്റെ പുറകില് വീട്ടിൽ നിന്നാണെ അടി കിട്ടും, അങ്ങനെയുള്ള കുറെ. അപ്പൊ ഒന്ന് ചിന്തിക്കും, എന്നിട്ട് എന്നിട്ട് പിന്നെ അത് വേണ്ടാന്ന് വെക്കും. അപ്പൊ അങ്ങനെ ശീലിച്ചിട്ട് അത് അവരുടെ ഒരു സ്വഭാവമായിട്ട് മാറി. അപ്പൊ ആ ഒരു രീതി നമ്മൾ നമ്മളുടെ ലൈഫിൽ കൊണ്ടുവന്നാല് നമ്മള് പിന്നെ ഒരിക്കലും മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾക്കനുസരിച്ച് നമ്മൾ ഒരിക്കലും മാറില്ല. നമുക്കൊരു
നിലപാട്, വ്യക്തമായ നിലപാട് നമുക്ക് ഉണ്ടാവും. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ സ്നേഹിക്കാനാണോ മറ്റുള്ളവരെ സ്നേഹിക്കാനാണോ ഏറ്റവും എളുപ്പം? എന്താ തോന്നുന്നത് നിനക്ക്? സ്വയം സ്നേഹിക്കാനാണോ അതോ മറ്റുള്ളവരെ? സ്വയം സ്നേഹിക്കാൻ. സ്വയം സ്നേഹിക്കാനാണ് എളുപ്പം. ഓക്കെ, സെൽഫ് ലവ് ആണല്ലേ എളുപ്പം. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനാ എളുപ്പം എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത് കിട്ടിയാലോ, കിട്ടിയില്ലെങ്കിൽ പറ്റില്ല. അപ്പം മറ്റുള്ളവരെ എന്തോ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചാലല്ലേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. അതെ അതെ, അങ്ങനെ പറ്റുള്ളൂ. പക്ഷെ സാധാരണ നമ്മൾ ചെയ്യുന്നത് സ്നേഹം തേടി പുറത്ത് നടക്കുക, അലഞ്ഞു നടക്കുക, മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുക. അയ്യോ എന്നെ ഇഷ്ടമാണോ, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുക, അങ്ങനെ പറഞ്ഞു പോലും നമ്മള് അങ്ങനെ കുറെ കുറെ പേര് അങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷെ ശരിക്കും നമ്മൾ സ്വയം പറഞ്ഞ പോലെ, മഞ്ജു പറഞ്ഞ പോലെ, നമ്മൾ സ്വയം സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള, നമ്മളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സ്ഥാനം കൊടുക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ചുറ്റുമുള്ളവരും നമ്മളെ വിലമതിക്കും, അല്ലെ? അങ്ങനെയല്ലേ നമുക്ക് ശരിക്കും മറ്റുള്ളവരെ സ്നേഹിക്കാൻ എളുപ്പമാവാം. നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാല്, നമ്മളെ സ്വയം സ്നേഹിച്ചു തുടങ്ങിയാല് നമുക്ക് തന്നെ നമ്മളൊരു വില കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചുറ്റുമുള്ളവർക്ക് നമ്മളെ സ്നേഹിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ ആ ഒരു സ്റ്റാൻഡ്, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ എപ്പോഴും നമുക്ക് നമ്മളെ അംഗീകരിക്കാനും സ്നേഹിക്കാനും അതുവഴി മറ്റുള്ളവരുടെ ഇടയിൽ നമുക്കൊരു വില കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ നമുക്ക് നമ്മളെ പറ്റി ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അങ്ങനെ എനിക്കൊക്കെ പണ്ടുണ്ടായിരുന്നു കേട്ടോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവരെന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? എനിക്കും പണ്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതെ പക്ഷെ അതെ ഞാനിപ്പോ കൊറേ മാറി. അതെ പണ്ട് അങ്ങനെ തന്നെയായിരുന്നു. അതെ, നമ്മൾ അങ്ങനെയായിരുന്നു ശരിക്കും. അതെ, ഇപ്പം നമ്മൾക്ക് ആ ഒരു തിരിച്ചറിവ് കിട്ടി. ഇപ്പം അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു, എന്താ പറയാ, ഒരു മാറ്റം. നമ്മുടെ സെൽഫ് ലവിന്റെ ഒരു തുടക്കം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെ? നമുക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടാവോ, അവരെന്ത് വിചാരിക്കും, അങ്ങനെയുള്ളൊരു ശരിക്കും പറഞ്ഞ ഒരു ഓവർ തിങ്കിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ പുതിയ തലമുറയ്ക്കൊക്കെ അവരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് തോന്നുകയും ചെയ്യും, ആ ഒരു രീതിയല്ല. നമ്മളുടെ സെൽഫിലുള്ള ഏറ്റവും നല്ല വശങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, അവരെന്ത് വിചാരിക്കുന്നു പറഞ്ഞ് ഒരിക്കലും നമ്മൾ മാറ്റി വെക്കാനായിട്ട് നമ്മൾ ഇടവരുത്തരുത്. പിന്നെ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സെക്യൂരിറ്റി ഫീൽ ചെയ്യും, നമ്മുടെ സ്ട്രെസ് ഇല്ലാണ്ടാവും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ കേപ്പബിൾ ആവുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം വരും, അല്ലേ? നല്ല സന്തോഷം വരും, നല്ലൊരു സെക്യൂരിറ്റി വരും. ശരിക്കും ജീവിതത്തില് പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് പറ്റുന്ന ഒരു കുഴപ്പം എന്താണെന്നറിയോ? മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ അങ്ങനെയാണല്ലോ മിക്കവാറും, പ്രത്യേകിച്ച് അമ്മമാര് അങ്ങനെയൊക്കെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ ജീവിക്കുന്നവർക്ക് എന്തായിരിക്കും അവരുടെ അനുഭവം? എന്തായിരിക്കും? അവരാദ്യം കുടുംബങ്ങൾക്ക് വേണ്ടി ജീവിക്കും. ഉം, മക്കളൊക്കെ നോക്കാതെയൊക്കെ വരുമ്പോ അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടങ്ങളൊക്കെ വരും. പിന്നെ അവരൊരു ഫീലിങ്സ്, പിന്നെ അവര് വേറൊരു ലെവലിലേക്ക് ആയിപ്പോവും. എന്ന് അതെ അതെ വെച്ചാല് അതെ. സ്ട്രെസ് ആകും, ടെൻഷൻ ആകും, ഉം, പിന്നെ പല മെന്റൽ ഡിസോർഡറിനും കാരണമാകും. അതെ ഡിപ്രഷൻ, അതെ. ആൻസിറ്റി, മക്കള് നോക്കിയില്ലല്ലോ എന്നുള്ള സ്വന്തമായിട്ടൊരു വിഷമം. സെൽഫ് എസ്റ്റീം അങ്ങനത്തെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ വരും. അതെ, ശരിക്കും അതാണ് സാധാരണ ഒരു സാധാരണക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെയധികം പ്രതീക്ഷകളോടെ ആയിരിക്കും നമ്മുടെ ജീവിതം തന്നെ ഇങ്ങനെ ഒഴിഞ്ഞു വെച്ചു എന്ന് പറയുന്ന പോലെ രാവും പകലും കഷ്ടപ്പെടുക. അവസാനം ഈ മക്കള് തന്നെ ചിലപ്പോൾ ചോദിക്കും, ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ജീവിക്കാൻ, അങ്ങനെ ഒരു രീതി നമ്മളിപ്പോ സമൂഹത്തിൽ കാണുന്നുണ്ട്. അപ്പം അത് ആഹ് മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ പറ്റും. അത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്, അതങ്ങ് നടന്നോളും. പക്ഷെ നമ്മളെ ഇങ്ങനെ
ഒട്ടും കെയർ ചെയ്യാതെ നമ്മളുടെ ആരോഗ്യമോ നമ്മളുടെ വിശപ്പ് പോലും മാറ്റി വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഫുൾ ടൈം നമ്മളുടെ ആരോഗ്യം നോക്കാതെ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നുമില്ലാണ്ട് വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ പിന്നെ ആർക്കും വേണ്ടാത്തൊരു സാഹചര്യം നമ്മൾ ചുറ്റുപാടൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സെൽഫ് ലവ് ശരിക്കും പ്രാക്ടീസ് ചെയ്തതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ ഇന്ന് രാവിലെ ക്ലാസ് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനും എന്റെ അവസരങ്ങളൊക്കെ എന്ത് അവസരം കിട്ടിയാലും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു രീതിയായിരുന്നു എനിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ ചെയ്യാമെന്ന് അങ്ങോട്ട് പറയാനായിട്ട്, താങ്ക് യു നെയ്മ ഡോക്ടർ. അപ്പൊ അങ്ങോട്ട് പറയാനുള്ള ഒരു ചങ്കൂറ്റം, അല്ലെങ്കിൽ എന്നോട് തന്നെ ഒരു സ്നേഹം, എനിക്ക് പറ്റും, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന കാര്യം പോലെ എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവം, അതെനിക്ക് ഇപ്പൊ ഞാൻ എന്നെ തന്നെ ഒന്ന് അഭിനന്ദിച്ചു ശരിക്കും പറഞ്ഞ. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ, വളരാൻ പറ്റും. നമുക്ക് ചെറുപ്രായത്തിലെ ഇങ്ങനെ ഒരു തിരിച്ചറിവ് കിട്ടുക എന്നുള്ളത് വളരെ ഭയങ്കര ഒരു ഗിഫ്റ്റാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പൊ ഞാനൊക്കെ, താങ്ക് യു സച്ചിനമ്മ, ഞാനൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിൽ ഇപ്പൊ കുറച്ചൊരു ഒരു മിഡിൽ ഏജ് ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കില്ലേ, അവരെ എങ്ങനെയെങ്കിലും നമുക്ക് സന്തോഷിപ്പിക്കണം, അവരോട് സ്നേഹത്തോടെ പെരുമാറണം, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, ഒരു കുറവുകൾ. അപ്പൊ ആ ഒരു രീതി നമ്മളോട് തന്നെ നമ്മൾ ചെയ്യണം. നമ്മളെ സന്തോഷിപ്പിക്കുക, നമ്മളുടെ നമുക്ക് കുഴപ്പങ്ങൾ ഒന്നുമില്ലാതിരിക്കുക. എനിക്കൊക്കെ പണ്ട് ഒക്കെ ഈ അടുത്ത കാലം വരെ ഞാൻ ചിന്തിക്കുമായിരുന്നു, എനിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എന്ത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഫുഡാണെങ്കിലും എല്ലാവരും കഴിച്ച് മക്കളെല്ലാവരും കഴിച്ചിട്ട് അവസാനം ബാക്കിയുള്ളതൊക്കെ കൂടി കഴിക്കുക എന്നുള്ളൊരു രീതി. അങ്ങനെ എല്ലാ കാര്യത്തിലും എന്നെ ഇങ്ങനെ പുറകോട്ട് നിർത്തുക അതെന്തോ ഒരു നല്ല കാര്യമാണെന്നുള്ളൊരു ഒരു ചിന്ത, അല്ലെ? അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആ, തോന്നിയിട്ടുള്ള രസം ഒരു ചാറ്റ് ബോക്സിൽ അയച്ചിടണം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചിന്ത കൊണ്ട് തന്നെ എനിക്കും എൻ്റെ മുന്നിലും മറ്റുള്ളവരുടെ മുമ്പിലും വില കൊടുക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതുവഴി മറ്റുള്ളവർക്കും നമ്മൾക്ക് വിലയുണ്ടാവില്ല, മറ്റുള്ളവർക്കും നമ്മളോടൊരു വില തോന്നില്ല. അതെ, വില തോന്നില്ല. അവർക്ക് എന്തായാലും കുഴപ്പമില്ല, അവർക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മളെ തന്നെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടുന്ന ഒരു സ്വഭാവം. അപ്പൊ ആ ഒരു സ്വഭാവം ശരിക്കും മാറ്റിയാൽ തന്നെ നമുക്ക് നമ്മുടെ സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനും അതുപോലെ അപ്പൊ അത് ജിഷ, നമ്മള് താഴ്ത്തി കെട്ടുന്നതല്ലല്ലോ, നമുക്ക് ആ, അവരോടുള്ള സ്നേഹം കൂടുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആണല്ലോ. അതെ, അല്ലേ? പക്ഷെ ആ അതെ അങ്ങനെയാണ്. പക്ഷെ അത് അവർക്ക് തിരിച്ചറിവ് ഉണ്ടായിക്കൊള്ളുന്നൊന്നും ഇല്ലല്ലോ. ആ അതെ. ആ, അപ്പൊ അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന ടൈമില് നമുക്ക് തോന്നുന്നത് അവരോടുള്ള സ്നേഹം. അപ്പൊ ഉം, നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. ഉം. അല്ലേ? അതെ അതെ, അതങ്ങനെയാണ്, നമ്മളുടെ മനസ്സിൽ അങ്ങനെയാണ്. പക്ഷെ പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല സത്യം പറഞ്ഞ. അതുവഴി നമ്മളുടെ ഒരു വില കുറച്ച് നമുക്കൊരു സ്റ്റാൻഡ് ഇല്ലാത്തൊരു അവസ്ഥ വന്നു ചേരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ എല്ലാവരുടെ കേസിലും അങ്ങനെ ആയിക്കോളുന്നില്ല. പക്ഷെ ഒരുപാട് പേരുടെ കേസിൽ അങ്ങനെ ഒരു വില കൊടുക്കാത്ത ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ മറ്റുള്ളവരുടെ ആം, എന്താ പറയാ, നമ്മളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് തടസ്സം നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരുടെ ഒപ്പീനിയൻസ് അങ്ങ് ഫുള്ളായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ആ ഒരു രീതി നമ്മൾ മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യണം, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരും നമ്മുടെ നന്മ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടിയാണ് ഒരു കാര്യങ്ങൾ പറയുന്നത് എന്ന് എപ്പോഴും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തിരിച്ചറിവുണ്ടാവണം. എന്ന് പറഞ്ഞാൽ ചിലർ അസൂയ കൊണ്ട് നമ്മളെ ഒക്കത്തിന് നോ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്കുള്ള അവൈലബിലിറ്റി, നമ്മളെ കൊണ്ടുള്ള അവൈലബിലിറ്റി കുറയാം എന്നുള്ളത് കൊണ്ട് നോ പറയുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ആം, തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് എടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഉം, വേദന അനുഭവിച്ചവർക്കേ മറ്റുള്ളവരുടെ വേദന മനസ്സിലാവുള്ളൂ എന്ന് പറയില്ലേ, അല്ലെ? ഇപ്പൊ വേദനയൊന്നും അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ വേദന മനസ്സിലായിക്കോളുന്നില്ല. പക്ഷെ
അതുപോലെ തന്നെയാണ് നമ്മൾ സ്വയം സ്നേഹിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം സ്വയം സ്നേഹിക്കാനായിട്ട് നമുക്ക് തടസ്സം നിൽക്കുന്ന എന്തൊക്കെയാന്നൊക്കെ ഒന്ന് പറയാം. ഇപ്പൊ നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് നമ്മുടെ ചെയ്യുന്നത് ലേസ്നെസ് നമുക്ക് തടസ്സോ അതെ അല്ലെ? പിന്നെ അതെ എന്തെങ്കിലും ഒരു പരിപാടി ഇന്ന് ചെയ്യേണ്ടത് നാളത്തേക്ക് മാറ്റി വെക്കുക. അതെ പ്രൊക്രാസ്റ്റിനേഷൻ അതെ അതെ എല്ലാം മാറ്റി മാറ്റി പ്രത്യേകിച്ച് നമ്മുടെ കാര്യം അല്ലേ? അതെ അതെ. പിന്നെ മറ്റുള്ളവരെ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ അത് അതെ നമ്മൾക്കൊരു പ്രശ്നം തന്നെയാ. ഉം. അങ്ങനെ അങ്ങനെ കുറെ കുറെ നമ്മൾ ആലോചിക്കുക ഒരുപാട് പിന്നെ മെയിൻ പ്രശ്നങ്ങൾ ആയിട്ട് മാം നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇല്ലേ, അതായത് എപ്പോഴും നമ്മളെ ഒരു തോട്ടാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും, നമ്മൾ ഇങ്ങനെ ആയാൽ അത് നമ്മൾ മീൻസ് അതെ റെക്ടിഫൈ ചെയ്താലേ നമുക്ക് എന്തിനും സാധിക്കും. മാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിൻ തിങ് അതാണ്. അതെ 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 ലേസിനെസിനെക്കാളും നമ്മൾ അത് ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ലേസിനെസ് ഓൾമോസ്റ്റ് വാനിഷ് ആയി പോകും. അതെ അതെ അപ്പൊ ആ ഒരു ചിന്ത തന്നെ മാറ്റിയെടുത്താൽ തന്നെ നമുക്ക് വേണ്ടത് കണ്ടെത്തി നമുക്ക് ഇഷ്ടമുള്ളത് കണ്ടെത്തി ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് തന്നെ ആ ലേസിനെസ് ഒക്കെ മാറിയിട്ട് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ സാധിക്കും. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലേ? എന്താ പിന്നെ നമ്മളെ കുറിച്ച് നമുക്കത് പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ അസുഖങ്ങളാണ്, പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളെ പുറകിലേക്ക് വലിക്കും പിൻവലിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കുറിച്ചുള്ള നമുക്ക് മനസ്സിലായി നമ്മൾക്ക് കളർ കുറവാണെന്നോ അല്ലെങ്കിൽ വണ്ണം കൂടുതലാണ്, പിന്നെ അങ്ങനെ നമുക്ക് നമ്മളെ എങ്ങനെ ഇപ്പൊ ഞാൻ പറയാം കണ്ണാടി നോക്കുന്നത് നമ്മൾ എന്തിനാ കണ്ണാടി നോക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ പെട്ടെന്നൊന്ന് പറയാം, നമ്മൾ കണ്ണാടി നോക്കുമല്ലോ അല്ലെ ദിവസം. നോക്കൂ. ആ അപ്പൊ അത് എന്തിനായിട്ടാ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്താണ് നമ്മൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ കണ്ണാടി നോക്കുമ്പോഴാണല്ലോ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് കാണാൻ അതെ നമുക്ക് അപ്പൊ തിരിച്ചറിയാനെങ്കിൽ. അതെ അതെ പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ എന്തെങ്കിലും കുറവുണ്ടോ നോക്കാനല്ലേ കണ്ണാടിയിൽ അല്ലേ? ഇപ്പൊ നമ്മൾ റെഡി ആവുകയാണെങ്കിൽ എന്തെങ്കിലും അങ്ങനെയല്ലേ അതെ അതെ. കുറവുണ്ടോ അല്ലെ? Yes. കുറവുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണാടി നോക്കാം. പക്ഷെ ഇനി മുതൽ കുറവുണ്ടോ എന്ന് നമ്മൾ നോക്കണം, നമ്മൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. പക്ഷെ നമ്മളുടെ നന്മകൾ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ മിറർ പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ നമ്മുടെ കണ്ണാടി നോക്കിയിട്ട് ഐ ലവ് യു എന്നുള്ള വേർഡ് നമ്മൾ പലപ്പോൾ പുറമേ ഉള്ളവരോടാ പറയാ അല്ലെ? പക്ഷെ നമ്മളോട് തന്നെ അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ ഭയങ്കര ഇതായിരിക്കും. നമ്മളുടെ സൗന്ദര്യം വർദ്ധിക്കുന്നതായിട്ടും നമ്മളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതായിട്ടും ഇപ്പൊ നമ്മളെ കാണാനുള്ള ഒരു കൊതി കൊണ്ട് നമ്മൾ കണ്ണാടി നോക്കുന്ന ആ ഒരു ശീലമൊക്കെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ ഭയങ്കര ഭയങ്കര നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുറവുകൾ നികത്തുന്നതോടൊപ്പം നമ്മളെ ഇപ്പൊ മറ്റുള്ളവർക്ക് നമ്മളെ കാണിച്ചു തരാൻ പറ്റില്ല, അതേസമയം ഒരു കണ്ണാടിക്ക് നമ്മളെ കാണിച്ചു തരാൻ നമ്മളെ പ്രതിഫലിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ നമ്മളെ കാണാനുള്ള കൊതി കൊണ്ട് അങ്ങനെ അങ്ങനെ നമ്മളുടെ സെൽഫ് ലവ് വർദ്ധിപ്പിച്ചാൽ ഭയങ്കര എഫക്റ്റീവായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. അപ്പൊ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കുറിച്ച് ഉള്ള മോശം ചിന്തകൾ മറ്റുള്ളവർ പറയുന്നത് ഇപ്പൊ നമ്മൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് അല്ല, നമുക്ക് നമ്മുടേതായ ഒരു നമ്മൾ എന്താണെന്ന് ഈ നമ്മൾ ജനിച്ച കാലം തൊട്ട് നമ്മൾ മാത്രമേ നമ്മുടെ കൂടെയുള്ളൂ അല്ലേ? നമ്മുടെ ചുറ്റുപാട് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിൽ വരുന്നു പോകുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ജനിച്ച കാലം തൊട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ. സത്യം പറഞ്ഞ പേരൻസും നമ്മൾ പല ഘട്ടങ്ങളായിട്ട് ഒരുപാട് പേരുടെ അധ്വാന ഫലമാണ് നമ്മളെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ടും നമ്മളെ മനസ്സിലാവുന്നത് നമ്മുടെ ഫീലിങ്സ് ഒക്കെ നമുക്ക് മാത്രമേ മനസ്സിലാവൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞ് ഒരു ഒരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും തിരക്ക് പിടിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ജീവിതം ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സ്നേഹം കൊതിക്കുന്ന നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുക, എന്നെ ഒന്ന് ശ്രദ്ധിക്കോ അല്ലെങ്കിൽ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞിങ്ങനെ ദാഹത്തോടെ നമ്മുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടുള്ള അങ്ങനെ ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു ആലോചന അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഇതുവരെ വന്നിട്ടുണ്ടോ? നമ്മുടെ ഉള്ളിലൊരു നമ്മളുടെ സ്നേഹത്തിനും സാന്ത്വനത്തിനായിട്ട് കൊതിക്കുന്ന ഒരു ചൈൽഡ്, ഒരു കുഞ്ഞുണ്ടെന്ന് ആ ഉണ്ടോ? ഉണ്ട്
നമ്മളുടെ ഓരോ പ്രശ്നങ്ങളും നമ്മളുടേതായ വിഷമങ്ങളൊക്കെ നമുക്ക് സ്വയം ഹീൽ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ടൈം കൊടുക്കണം, നമ്മളിലേക്ക് നോക്കണം, എന്നാലേ പറ്റുള്ളൂ. അതെ അതെ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഒരു കൊച്ചു കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന പോലെ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് വേറെ ആരും ഇല്ല. അപ്പൊ ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും നമ്മളിലോട്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട്, നമ്മുടെ ഉള്ളിലോട്ട് എന്താ നിന്റെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചൊന്ന് ആശ്വസിപ്പിക്കാനായിട്ടുള്ള അങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പലതവണ നടത്തുകയാണെങ്കിൽ നമുക്ക് അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ചുറ്റും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം അല്ലെ. നമ്മളിലോട്ട് വേണ്ടാത്ത കുറെ കാര്യങ്ങൾ അല്ലെ, വ്യക്തികള് അങ്ങനെയെല്ലാം വന്ന് എന്തിനും ഏതിനും നമ്മൾ പോയി തലയിടുന്ന ഒരു സ്വഭാവങ്ങൾ, അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങ് ജീവിക്കുക എന്നുള്ള, അത് ജീവിക്കണം ജീവിക്കരുത് എന്നൊന്നുമല്ല. പക്ഷെ നമ്മളൊരു ബൗണ്ടറി ചെയ്ത് ആം, നമ്മളുടെ ഒരു നല്ലൊരു ക്വാളിറ്റി ടൈം നമുക്ക് വേണ്ടി കൂടി ഉപയോഗിക്കാനായിട്ട് ചിലതിനോടൊക്കെ നമുക്ക് നോ പറയേണ്ടി വരും. ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറോടോ മക്കളോടൊക്കെ നമുക്ക് ഇന്ന ആവശ്യങ്ങൾ ഉണ്ടെന്നൊക്കെ ഒരു ഡിമാൻഡ് അവർ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഇനി മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ അങ്ങനെ പറയാനുള്ള ഒരു നമ്മളോട് തന്നെ ഒരു നീതി പുലർത്തേണ്ട ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, എന്ത് ചെറിയ അവസരം കിട്ടിയാലും അതിങ്ങനെ മാറ്റി മാറ്റി പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാതെ നമ്മൾ അത് ഏറ്റെടുത്ത് എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെൽഫ് ലവ് നമുക്ക് ഓരോ ദിവസവും വർദ്ധിച്ച് നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആക്കി തീർക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളെപ്പോഴും കരുണ അല്ലെങ്കിൽ കമ്പാഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് വരിക? കരുണ എന്നൊക്കെ പറയില്ലേ, ദയ, കരുണ, അനുകമ്പ. സിമ്പതി ആ സിമ്പതി തോന്നും. അതെ, അത് എങ്ങനെയാ? അത് ആരോടാ തോന്നുക സാധാരണ? നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് അവര് ഭയങ്കരമായിട്ട് അതെ. എന്തിലെങ്കിലും ഹേർട്ട് ആണെങ്കിൽ നമുക്ക് അവരോട് സിമ്പതി തോന്നും. പക്ഷെ അതെ. നമ്മളിപ്പോ ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരോട് സിമ്പതി അല്ല എമ്പതിയാ തോന്നേണ്ടത്. അത് അതെ വേറെ. അതെ അതെ. അപ്പൊ ആ ഒരു എമ്പതി അല്ലെങ്കിൽ കമ്പാഷൻ അത് നമ്മളോട് തന്നെ തോന്നുന്ന ഒരു രീതി. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോ എക്സാം അറ്റൻഡ് ചെയ്തു, നമ്മൾ തോറ്റുപോയി കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇനി ഞാൻ എഴുതുന്നില്ല എന്നുള്ള നിരാശ, എഴുതിയാൽ ശരിയാവില്ല, അങ്ങനെയൊക്കെ നമുക്ക് സ്വയം തോന്നും. പലപ്പോഴും പുറത്തുനിന്ന് നമുക്ക് കുറ്റപ്പെടുത്തലുണ്ടാകും. പക്ഷെ നമ്മുടെ ഒരു സുഹൃത്താണ് അങ്ങനെ തോറ്റുപോയതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എടാ സാരില്ല, ഇനി നിനക്കത് സാധിക്കും, നിനക്ക് ചെയ്യാൻ പറ്റും, നിനക്ക് അതിനുള്ള കഴിവുണ്ട്, നിനക്കത് പറ്റില്ല എന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കുമല്ലേ. പക്ഷെ ആ ഒരു രീതി നമ്മളോട് തന്നെ നമ്മൾ വളർത്തിയെടുക്കണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കുറവുകൾ ഉണ്ടാവും, പരാജയങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് ഒരു അന്തിമമല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് നമ്മളോട് തന്നെ, ആ ഒരു കൺസേൺ നമ്മളോട് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ അല്ലെ, ആ ഒരു കമ്പാഷൻ നമ്മളോട് തന്നെ നമ്മൾ കാണിക്കണം എല്ലാ കാര്യത്തിലും. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊത്ത് നമ്മൾ വളരുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാവും. പക്ഷെ ആ ഒരു സമയത്ത് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പോരാളി ഉണ്ട്, വിജയിക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു പോരാളി ഉണ്ട്. അപ്പൊ ആ പോരാളിയുടെ ആ വീര്യത്തെ നമ്മൾ കെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും രീതിയിൽ കുറ്റപ്പെടുത്തിയാലൊക്കെ നമ്മുടെ ഉള്ളിലെ ആ പോരാളി അല്ലെങ്കിൽ ആ കുഞ്ഞ് വളരെയധികം സങ്കടപ്പെടുന്ന അതാണ്. അപ്പൊ നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ, നമുക്ക് തന്നെ ഒരു ലെറ്റർ എഴുതും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അല്ലേ നിങ്ങളൊക്കെ? നമുക്ക് തന്നെ ലെറ്റർ എഴുതിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാവോ, പറയാവോ? നമ്മൾ സാധാരണ ലെറ്റർ എഴുതാൻ മറ്റുള്ളവർക്കല്ലേ, നമുക്ക് തന്നെ ഒരു ലെറ്റർ എഴുതാനായിട്ട് ചെയ്തവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല? ഓഡിബിൾ ആണോ? ഞാൻ പറയുന്നത് കേൾക്കാവോ? ഞാൻ എനിക്ക് വേണ്ടി ലെറ്റർ എഴുതിയിട്ടില്ല, ബട്ട് എന്റെ മൈൻഡിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് ഇടയ്ക്ക്. ആ ആ എന്താ പറയാ? ഇപ്പൊ അസുഖം വന്നാൽ തന്നെ
ആ ഉം, ഇപ്പൊ കാലുവേദന ഓൾറെഡി ഉണ്ട്. അപ്പൊ ഞാൻ ഉം, നീയോട് പറയും സാരില്ലട്ടോ അത് ഇങ്ങനെ ഒരു ഉം. എന്താ പറയാ നമ്മളെ ഞാൻ തന്നെ ആശ്വസിപ്പിക്കും ഇത് അല്ലെ? ആ. അല്ലാണ്ട് എനിക്കെന്ത് കാലുവേദന അശ്വ എന്തൊരു കഷ്ടമാണ് അതെ. എന്തൊരു പറയാ. അതെ. ഇല്ല പറയാറില്ല അല്ലേ? അതൊരു വലിയ കാര്യം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഗതി ഇതാണ്, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തകൾ നമുക്ക് വരാൻ പാടില്ല. ഇപ്പൊ മഞ്ജു പറഞ്ഞ പോലെ നമ്മളെ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കുക, നമ്മളെ തന്നെ കെയർ ചെയ്യുക. സാരമില്ല, നമ്മൾ മറ്റുള്ളവരോട് പറയും. അപ്പൊ അതുപോലെയുള്ള ഒരു കെയറിങ് വേണം. അപ്പൊ ഞാൻ ലെറ്റർ എഴുതാന്ന് പറഞ്ഞത്, നമ്മള് നമ്മൾ കടന്നു വന്ന വഴികൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചിലപ്പോൾ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ സന്തോഷങ്ങളായിരിക്കാം, ഒരുപാട് ജീവിതാനുഭവങ്ങൾ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കിയാലുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് എഴുതുക. എന്നിട്ട് അതിൽ പോസിറ്റീവ് എന്തൊരു അത്ഭുതത്തോടു കൂടി നമ്മളിപ്പോ ഇന്ന് ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കടമ്പകൾ ചാടിക്കടന്ന്, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത്, അല്ലെങ്കിൽ ഒരുപാട് സക്സസ് ഒക്കെ തരണം ചെയ്ത് കടന്നാണ് നമ്മൾ വന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് എഴുതി നമ്മളുടെ അതിനെയൊക്കെ ഒന്ന് അംഗീകരിക്കുക. നീ ഇങ്ങനെ വലിയ സംഭവമാണ് കേട്ടോ, ഇങ്ങനെ ചെറിയ കാര്യത്തിലൊന്നും നീ തളർന്നു പോവില്ല, നീ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ. ഇപ്പൊ നമ്മളോട് മറ്റുള്ളവർ അങ്ങനെ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, നിന്നെ സമ്മതിക്കണം എന്നൊക്കെ നമ്മളോട് മറ്റുള്ളവർ പറയാറ് ഉണ്ടാവും മിക്കവാറും ചില അവസരങ്ങളിലെങ്കിലും. നമ്മളോട് സ്നേഹമുള്ളവർ, ഓ എനിക്കാണ് ഇങ്ങനെ പറ്റില്ല, നിന്നെ സമ്മതിക്കണം എന്നുള്ള ആ ഒരു സംസാരം നമ്മൾക്ക് പലപ്പോഴും ചിലപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മളോട് തന്നെ അങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന വഴികൾ, അതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട്, അപ്പൊ അത് ഭയങ്കരമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ഭയങ്കര ഒരു സെൽഫ് എസ്റ്റീം തോന്നും. നമുക്ക് അങ്ങനെയൊക്കെ സാധിച്ചല്ലോ, ഞാൻ ഒരു വലിയ സംഭവമാണല്ലോ, ആ ഒരു രീതിയിലൊന്ന് എഴുതിയിട്ട്, ഇപ്പൊ എന്തെങ്കിലും കുറവുകളല്ല, ആ നന്മകൾ കണ്ടെത്തി എഴുതിയിട്ട് എനിക്ക് ഇത്രയൊക്കെ കഴിവുണ്ട്, അപ്പൊ നമ്മുടെ സെൽഫ് എസ്റ്റീമും ആ പ്രൗഡൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാകുവാനായിട്ടൊക്കെ നമുക്ക് ഇടയാകും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ കുറവുകൾ കണ്ടിട്ട് വിഷമിക്കുന്നവരുണ്ടാവും അല്ലെ? പക്ഷേ സ്വന്തം കുറവുകൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ പറഞ്ഞ പോലെ രോഗമാണെങ്കിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണെങ്കിലും അത് അംഗീകരിച്ചിട്ട്, അപ്പം അത് ബാക്കിയുള്ള നന്മകൾ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ കണ്ടെത്തി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ എനിക്കറിയുന്ന ഒരു വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരു ചേട്ടനുണ്ട് ഇവിടെ അടുത്തുള്ള. പുള്ളി ഇങ്ങനെ റോട്ടിൽ കൂടെ ഒക്കെ വീൽ ചെയറിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്ന വീൽ ചെയറിലാണ് പോകും. പക്ഷെ ആ മനുഷ്യനെ നോക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര സന്തോഷം വരും. ചിലപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു നാണക്കേടും തോന്നും. ആ മനുഷ്യന്റെ മുഖത്ത് നോക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷാണ്. നമ്മൾ ഓർക്കും നമുക്ക് നടക്കാം, ഓടാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളിടത്ത് പോകാം ഒക്കെ പറ്റും. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഒന്നുമില്ലാത്തവരെ പോലെ ഇരിക്കുന്ന സാഹചര്യം നമുക്ക്, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ പോലും ചിന്തിക്കില്ല, നമ്മുടെ മുഖത്ത് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ, അല്ലെങ്കിൽ സമൂഹത്തിൽ അങ്ങനെ കഷ്ടപ്പെടുന്നവരെയൊക്കെ നമ്മളൊന്ന് ഓർക്കുവാണെങ്കിൽ, അവരുടെ അടുത്തുനിന്ന് സംസാരിച്ചാൽ ചിലപ്പം നമ്മളും അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരുപാട് വ്യക്തികൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മുടെ ചുറ്റുപാടാണെങ്കിലും നമ്മൾ കാണാറുണ്ട്. അപ്പൊ ആ ചേട്ടനാണെങ്കിൽ ദിവസവും ഓരോ യൂട്യൂബ് വീഡിയോ ചെയ്യും. ആ വീഡിയോ മിക്കവാറും അതിലെ ടോപ്പിക്, അല്ലെങ്കിൽ അത് ചെന്ന് അവസാനിക്കുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ഇതിലായിരിക്കും കേട്ടോ. അത് ശരിക്കും എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും നമുക്ക് നമ്മളെ നന്മ കണ്ടെത്തിയിട്ട്, ഇപ്പൊ ഭയങ്കരമായിട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ സ്ഥിരമായ ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് പോയി അവരെ ആശ്വസിപ്പിക്കൽ, അവരുടെ കൂടെ കൂടുക, അവരിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക എന്നൊക്കെ ഭയങ്കര ഒരു കാര്യം. പിന്നെ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട്, നമ്മുടെ ഇപ്പൊ ലോകത്തിൽ ഉള്ള എല്ലാവരൊക്കെ ഇനി വ്യത്യസ്തരാണ്, യുണീക്കാണ് നമ്മളല്ലേ. ഇപ്പൊ നമുക്കൊക്കെ ഒരു എന്തെങ്കിലും കുറവുകൾ, ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മളുടെ ഒരു അടയാളം. ഇപ്പൊ എന്റെ കാര്യത്തിൽ തന്നെ എനിക്ക് കണ്ണട വെക്കുക, ഒരു 10th കഴിഞ്ഞപ്പോൾ കണ്ണട വെക്കേണ്ട, എനിക്ക് അന്നേരമാണ് മനസ്സിലായത് എന്റെ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. എനിക്ക് ബോർഡിൽ നിന്ന് എഴുതുന്ന, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ബോർഡിൽ എഴുതുന്ന വായിക്കാൻ പറ്റില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു കണ്ണട വെക്കണം. എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ കുറെ കാലം കണ്ണട വെക്കാണ്ട് നടന്നു. എനിക്ക് കണ്ണട വെച്ചൊരു കുട്ടി എന്ന് പറയുന്നത്, അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും
രീതിയിൽ ഒന്ന് ഓർത്തെടുക്കാവോ? അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ accept ചെയ്യാൻ പറ്റാത്ത ഉറങ്ങിപ്പോയോ എല്ലാരും? ചെറുപ്പത്തില് കണ്ണട വെക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ചുമ്മാതെ അതെ. വീട്ടിൽ തലവേദന എന്നും പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് ഇരിക്കും. പിന്നെ ആ. സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോ ഒന്നും ഒരു കുഴപ്പമില്ല, തിരിച്ചു വരും. അങ്ങനത്തെ അനുഭവം ഭയങ്കര. ഇപ്പൊ ഇഷ്ടമല്ല. ആ, ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് നേരെ തിരിച്ചായിരുന്നു. കണ്ണട വെച്ച കുട്ടി, അങ്ങനെ പണ്ട് കുട്ടി എന്നൊക്കെ പറയാം. അത് ഭയങ്കരമായിട്ട് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ പിന്നെ കുറച്ചു കാലം ഇങ്ങനെ പിന്നെ പിന്നെ കണ്ണിന്റെ പവർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി വെച്ചില് കാണാണ്ട് പോകുന്നു. അപ്പൊ എനിക്കത് ആ അംഗീകരിക്കാൻ കുറെ കാലം എടുത്തു. അതിനുശേഷമാണ് ഞാനത് അംഗീകരിച്ചത്. അപ്പൊ ഞാൻ പിന്നെ ഓർത്തു, ദൈവമേ എനിക്ക് കണ്ണട വെച്ചാൽ നന്നായി കാണാമല്ലോ. കണ്ണ് കാണാൻ പറ്റാത്ത മനുഷ്യരുടെ, അപ്പൊ നമുക്ക് ആ സമയത്ത് നമുക്ക് അത് ചിന്തിക്കാനുള്ള ഒരു കഴിവില്ലായിരുന്നു. പിന്നീട് അത് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ അതിനൊക്കെ ദൈവത്തിന് നന്ദി പറയാം. ഈ കണ്ണട വെച്ചാൽ കാണാൻ പറ്റുമല്ലോ. അങ്ങനെ അപ്പൊ നമുക്ക് ഉള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അപ്പൊ അതിന് വിപരീതമായിട്ടുള്ള മറ്റുള്ളവർക്കുള്ള പിന്നെ കുറവുകൾ, ഇപ്പം വാടക വീട്ടിലാണ് താമസിക്കുന്നെങ്കിൽ നമ്മൾ വിചാരിക്കണം അതുപോലും ഇല്ലാത്തവരുണ്ടല്ലോ. അപ്പൊ അതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയാം. ആ ഒരു രീതി നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാൽ നമുക്ക് നമ്മുടെ മക്കൾക്കും അങ്ങനെ ഒരു രീതി കൊണ്ടുവന്നാൽ നമുക്ക് നമ്മളെ തന്നെ അംഗീകരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനായിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ജേർണലിങ് എഴുതുക. അപ്പൊ പലരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ജേർണലിങ് എഴുതാൻ അറിയാവോ? എഴുതുന്നവരുണ്ടോ ആരെങ്കിലും സ്ഥിരമായി? ആ ശരി. സജില മാം ചെയ്യുന്നുണ്ട്. മാം എങ്ങനെയാ ചെയ്യാറ് എന്ന് പറയാവോ? അത് ജേണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവോ അങ്ങനെ എന്തായാലും ഉം. ഞാൻ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാറുണ്ട്. ഓരോ ദിവസത്തെയും കാര്യങ്ങൾക്ക് അല്ലേ? ആ അങ്ങനെയല്ലേ? അതെ അതെ, എല്ലാ ദിവസവും എഴുതുമല്ലോ അല്ലേ? ഡെയിലി. അതെ അതില് അതെ. കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇപ്പൊ ഒരു ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേകിച്ചൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞ പോലെ ഫിസിക്കലി ആയാലും മെന്റലി ആയാലും നമുക്ക് പല അതെ. കാര്യങ്ങളായിരിക്കാം. പക്ഷെ അത് വലിയ കാര്യം തന്നെയാണ്. അതുപോലും ഇല്ലാണ്ടാവുമ്പോഴാണ് പലർക്കും സ്ട്രെസ്, ടെൻഷൻ അതെ. വരുന്നത്. അപ്പൊ അതൊക്കെ വലിയ ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് തന്നെ നമ്മൾ കാണും. അതെ അതെ. ഗ്രാറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനം ശരിക്കും പറഞ്ഞാല്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഇപ്പം നമുക്ക് നമ്മളൊരു കാര്യം ചെയ്തു കൊടുത്തിട്ട് അയാൾ ഒരു നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ തോന്നും അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ലൈഫിൽ കിട്ടിയ കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ, നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വന്നു ചേരും. പിന്നെ ജേണലിൽ എഴുതുമ്പോൾ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഈ ദിവസം എന്താണ് നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്, പിന്നെ നമ്മൾ എന്തിനൊക്കെ സ്ട്രഗിൾസിനെ തരണം ചെയ്യാൻ പറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് പിന്നെ കുറച്ചുകൂടി എന്നെ മനസ്സിലാക്കാനുള്ള ഇൻസിഡൻസ് എന്തൊക്കെ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ, അതൊക്കെ ഓർത്തെടുത്ത് നമ്മൾ സ്ഥിരമായ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഭയങ്കര സെൽഫ് കോൺഫിഡൻസും ഒക്കെ വളർന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഭയങ്കര സ്ട്രെസ് ഒക്കെ മാറി ഭയങ്കര ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കടന്നു വരും. നമ്മൾ സ്ഥിരമായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ ഇനി ചെയ്യുന്നവർ കുറച്ചും കൂടി സ്ഥിരതയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്തവർ പിന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം. പിന്നെ നമ്മൾ പലപ്പോഴും നമ്മളെ എന്താ പറയാ, നമ്മളെ കുറിച്ചുള്ള നമ്മുടെ ഒരു പരാതി, നമുക്ക് സ്ഥിരതയില്ല എന്നുള്ളതാണ് അല്ലേ? ഇപ്പം ടു ഡു ലിസ്റ്റ് ഒക്കെ പലരും രാവിലെ എഴുതി അല്ലെങ്കിൽ മനസ്സിലോർത്ത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഓർത്തിട്ട് അത് ഒരു 20% ചെയ്യാൻ പറ്റുള്ളൂ. വൈകിട്ട് അത് ചിന്തിക്കുമ്പോൾ 20% ചെയ്യാൻ പറ്റിയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് നമുക്ക് തന്നെ തോന്നും അല്ലേ? നമുക്ക് ഇത്ര ചെയ്യാൻ പറ്റിയുള്ളല്ലോ, അല്ലെങ്കിൽ ഇത്രേ എനിക്ക് സമയം കിട്ടിയുള്ളല്ലോ എന്നൊക്കെ ഓർത്തൊരു വിഷമമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷെ അങ്ങനെ നമ്മള് അത്ര ഒരു 40% അല്ലെങ്കിൽ 20% നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലും അതിന് നമ്മളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത്രയും ചെയ്തല്ലോ, ഇനി ബാക്കിയും കൂടെ നിനക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്തിട്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും കൂടുതൽ കൂടെ ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും ചെയ്യും. പിന്നെ ഏറ്റവും നമ്മുടെ എന്താണ് അഫർമേഷൻ, പോസിറ്റീവ് അഫർമേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനായിട്ട്. ഐ ആം സ്ട്രോങ്, ഐ ആം
സ്ട്രോങ് അല്ലെങ്കിൽ പോലും ചിലപ്പോൾ നമുക്കൊക്കെ ഭയങ്കര സ്ട്രോങ് അല്ലാതെ എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് ഒന്നും കഴിയില്ല എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആ ഒരു നമ്മുടെ മൈൻഡ് പവർ വർദ്ധിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ സെൽഫ് കെയർ, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എക്സസൈസ് ചെയ്യുക. അതുപോലെ ശരീരത്തെ സംരക്ഷിക്കാനായിട്ട് കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എക്സസൈസ് ചെയ്യുക. പിന്നെ മൈൻഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മെഡിറ്റേഷൻ. ഇപ്പോൾ രാവിലെ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് ആ ഒരു രീതിയൊക്കെ സ്ഥിരമായി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇപ്പൊ ഈ ഒരു നിമിഷത്തിൽ നമ്മളുടെ ഫുൾ എനർജി ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ ഭയങ്കര പവർ നമുക്ക് കിട്ടും. കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യാനായിട്ട്, കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്, നമ്മളുടെ ബിഹേവിയർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ആ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് സാധിക്കും. പിന്നെ നമ്മൾ ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക? ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ എന്താ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത്? സുമയമ്മ പറയാവോ? നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമ്മൾ ക്ഷമിക്കണം. അതെ അതെ അതെ. വേറെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ആർക്കെങ്കിലും പറയാനുണ്ടോ? ശരിയാ, നമ്മൾ എപ്പോഴും ഫോർഗീവ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമ്മൾ ക്ഷമിക്കുന്ന ഒരു നല്ലൊരു ശീലം അല്ലേ? അത് ശരിക്കും ഗ്രേറ്റ് ആണ്. അത് നമ്മളെ തന്നെ, അപ്പൊ നമ്മൾ ഓർക്കും നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ നല്ല കാര്യം കിട്ടാനായിട്ടാണ്. പക്ഷെ അത് നമുക്ക് തന്നെയാണ് അതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം കിട്ടുന്നത്. അത് ആ ഒരു തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതിനൊക്കെ നമുക്ക് നന്ദി പറയാം. അതേസമയം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളോട് തന്നെ ക്ഷമിക്കുക എന്നുള്ളത് അതിലും പ്രധാനം അല്ലേ? നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഓൾറെഡി നമ്മളെ തന്നെ ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ, നമ്മുടെ ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ, നമ്മുടെ ചിന്തകളും, ഞാനെന്താ എങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ എങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ആ ഒരു ചിന്തകളോട് അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യങ്ങളോടൊക്കെ ഒന്ന് ഫോർഗീവ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഏറ്റവും നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക, നമ്മളുടെ ആ സാഹചര്യങ്ങളോടും നമ്മുടെ അവസ്ഥകളോടും. ഇപ്പൊ രോഗാവസ്ഥയാണെങ്കിലും എനിക്ക് എപ്പോഴും രോഗമാണല്ലോ എന്നൊക്കെ ഇപ്പോൾ എനിക്ക് അങ്ങനെ മറ്റുള്ളവരെ പോലെ എല്ലാം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്തകളൊക്കെ നമ്മൾ എപ്പോഴും വരാറുണ്ട്. പക്ഷെ ആ അവസ്ഥകളൊക്കെ അംഗീകരിച്ച് അതിനോടൊക്കെ ഒന്ന് ഫോർഗീവ് ചെയ്തിട്ട് ഞാൻ നിന്നെ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അത് കടന്നു വരാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാവോ? ഹലോ, സൗണ്ട് ഒന്ന് ഇതായി പോയി. എന്താ കേൾക്കുന്നില്ലേ? പറഞ്ഞത്? സൗണ്ട് ക്ലിയർ അതെ, ആവുന്നില്ല. പെട്ടെന്നൊരു അയ്യോ സോറി, ഒരു കോള് കയറി വന്നു. അപ്പൊ അതായിരിക്കും കേട്ടോ. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ടൈം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാവോ ആരെങ്കിലും? 6:19. 6:19 ഓ സോറി. സമയം കഴിഞ്ഞു പോയല്ലേ? സോറി, ഞാനത് അത്ര പറ്റിയില്ല. അപ്പൊ നമ്മള് ഫോർഗീവ് ചെയ്യുക. ഒരു മിനിറ്റ് ഒന്ന് കണ്ണടയ്ക്കാവോ എല്ലാവരും? ഒന്ന് കണ്ണടച്ചിട്ട് നമ്മുടെ ലൈഫ് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് നമ്മുടെ ജീവിതം, നമ്മുടെ കുഞ്ഞുനാൾ മുതലുള്ള ജീവിതം നമ്മുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരിക. നമ്മള് വിഷമിച്ച സമയങ്ങള്, നമ്മളെ കെയർ ചെയ്യാത്ത സമയങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലോട്ടൊന്ന് കൊണ്ടുവന്നിട്ട് നമ്മളോട് തന്നെ ഒരു ഫോർഗീവ് ചെയ്യുക. നമ്മള് നമ്മളെ വിഷമിപ്പിച്ചതിനൊക്കെ നമുക്കൊന്ന് മാപ്പ് ചോദിക്കാം. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിഷമിക്കില്ല എന്ന് നമ്മളോട് തന്നെ നമുക്ക് പറയാം. നമ്മുടെ ഒരു പുതിയ ഉണർവോടെ നമ്മുടെ ഈ ജീവിതം, ഈ ലൈഫ് ഇന്ന് മുതൽ നമ്മളൊരു പുതിയ വ്യക്തികളായിട്ട് നമ്മൾ എന്തൊക്കെ കുറവുകളുണ്ടോ അതൊക്കെ ഒന്ന് മാറ്റി എടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. നമ്മൾ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആയിരിക്കും എന്ന് നമ്മൾ പുറമേക്ക് കൊണ്ടുവരിക. രോഗമാണെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള കുറവുകളൊക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കണ്ടെത്തി അത് പരിപോഷിപ്പിച്ച് നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനൊക്കെ ഉപകരിക്കുന്ന രീതിയിലാക്കും എന്നൊരു പ്രതിജ്ഞ നമ്മളോട് തന്നെ
നമുക്കിപ്പോൾ എടുക്കാം. അതുപോലെ നമ്മളത് സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമുക്ക് പോകാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങളും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഉണ്ടോ? സെൽഫ് മോട്ടിവേഷൻ ഇതിന് ഇൻക്ലൂഡഡ് ആണ്. ആ എന്നാലും അതെ, സെൽഫ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ സെൽഫായിട്ട് ഹീലിംഗ് പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കണം. നമ്മളിപ്പോഴും നമ്മൾ കൂട്ടായി ആ ഒരു രീതി നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മൾക്ക് സെൽഫ് ലവ് വർദ്ധിപ്പിക്കാൻ പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഹോബികൾ കണ്ടെത്തി ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വേണം. എന്തോ മൈൻഡ് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ യോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതിനൊപ്പം തന്നെ നമ്മുടെ കുറെ ലേസിനെസ് മാറി കിട്ടും. അതെ അതെ നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടാവുമല്ലോ. ഞാൻ ഇങ്ങനെ ചെയ്തു ഇതാവുന്നു. എപ്പോഴും നമ്മള് എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളുടെ ആ തോട്ട്സ് ഒന്നും നമ്മളിലേക്ക് വരില്ല. ക്രിയേറ്റ് നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അതിന്റെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതെ അതെ. അപ്പം ആ ഒരു രീതി നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മളുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നല്ല ക്ലാസ് ആയിരുന്നു. നല്ലൊരു എനർജി. തീർച്ചയായിട്ടും നല്ലൊരു ക്ലാസ്. സമയം പോയതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ഓക്കെ, താങ്ക് യു. അതെ അതെ, സെൽഫ് ലവ് എന്ന് പറയുന്ന ഈ ടോപ്പിക് നമുക്ക് എത്ര കേട്ടാലും മതിയാവില്ല, പ്രത്യേകിച്ച് ലേഡീസിന്. അതെ അതെ, അതിന്റെ ഒരു സമുദ്രത്തിന് മുമ്പിൽ നമ്മൾ ഒരു അംശം അല്ലെ, ഒരു കൈക്കുമ്പിളിൽ കോരിയെടുത്തതേ ഉള്ളൂ. അപ്പൊ എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല. ഈ ഗ്രൂപ്പിൽ എല്ലാവരും എല്ലാ ദിവസവും വരുന്നതാണോ? ഞാൻ ആദ്യമായിട്ട് വരുന്നതാണല്ലോ. അപ്പം എല്ലാ ദിവസവും വരണം. എല്ലാ ദിവസവും വരണം. അതുപോലെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരണം. നമുക്ക് ഒരുമിച്ച് വളരാനായിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ചിലപ്പോ ഇതിലും കൂടുതൽ പേരുണ്ടാവും. എന്തെങ്കിലും അസൗകര്യങ്ങൾ കൊണ്ട് ചിലപ്പോ വരാതെ. പിന്നെ റെക്കോർഡ്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ അത് കാണാം ചിലരൊക്കെ. എല്ലാരും സൈക്കോളജി കഴിഞ്ഞവരല്ലേ? എല്ലാരും PG കഴിഞ്ഞവരാണോ ഇതില്? ആണോ? ആണോ? അത് ശരി. അപ്പൊ ഇത് സൈക്കോളജി കഴിഞ്ഞവരുടെ ഗ്രൂപ്പ് ആയിട്ടല്ല അല്ലേ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. നമുക്ക് സ്വയം വളരണം എന്ന് ആഗ്രഹിക്കുന്ന ആർക്കും കടന്നു വരാം അല്ലേ? അങ്ങനെയല്ലേ സജന? അത് ശരി. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ഫ്രീ ആയിട്ട് അവൈലബിൾ ആവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോ എവിടെ നോക്കിയാലും പെയ്ഡ് ക്ലാസ്സുകളല്ലേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്വയം വളരാനും മറ്റുള്ളവരെ വളർത്താനും. അപ്പൊ താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു മാം. താങ്ക് യു. Okay, bye. Okay, bye. Have a great day. Thank you. Same to you. എല്ലാവരും ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അതെ, ഫീഡ്ബാക്ക് അപ്പൊ അത് ശരിക്കും ക്ലാസ് എടുക്കുന്നവർക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ആക്റ്റീവായിട്ട് നമ്മൾ റെസ്പോൺസ് ചെയ്യുന്നത് വലിയൊരു കാര്യം കേട്ടോ. നമ്മള് ചെയ്യുമ്പോൾ അതെ, മഞ്ജു, ഡോക്ടർ നൈമ, അതുപോലെ സജന മാം, എല്ലാവർക്കും സുമയ്യ, എല്ലാവർക്കും താങ്ക് യു കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എടുക്കാൻ പറ്റുക. നമ്മൾ സ്വയം എടുക്കുമ്പോഴേ അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ അല്ലെ? അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. നമ്മള് പലരും ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.